15 സ്വഭാവമുള്ള ആളുകളെ ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റൂല. അവരെ നമ്മൾ വിശ്വസിച്ചാൽ ഒരു നേട്ടവും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവൂല. ഏതൊക്കെയാണ് ആ 15 സ്വഭാവങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയുടെ പേരെന്താണ് എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, അറിയുന്ന ആളുകളൊക്കെ ആൻസർ എഴുതി വിട്ടിട്ടുണ്ട്. അതിന്റെ ശരിയായ ആൻസർ ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. 4 പ്രധാനപ്പെട്ട ഖലീഫമാരാണ് ഇസ്ലാമിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. 1ാമത്തെ ഖലീഫ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 2ാമത്തെ ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 3ാമത്തെ ഖലീഫ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 4ാമത്തെ ഖലീഫ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എല്ലാവരും ഇത് മനസ്സിലാക്കുക, പുണ്യം നേടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത 11 സ്വഭാവമുള്ള ആളുകളുണ്ട്. ഇവരെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു നേട്ടം ഉണ്ടാവില്ല. ഇവരുമായി കൂട്ടുകൂടാൻ പോലും പാടില്ല എന്നുള്ളതാണ്. 1ാമത്തെ സ്വഭാവം, എപ്പോഴും കളവ് പറയുന്ന ആളുകളാണ്. എപ്പോഴും കളവ് പറയുക എന്നുള്ളത് ദുഷിച്ച സ്വഭാവമാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവരുമായി കൂട്ടുകൂടാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയാത്തുൽ മുനാഫിഖ് സലാസ, വിശ്വസിക്കാൻ പറ്റാത്ത കപട വിശ്വാസികളുടെ അടയാളങ്ങൾ 3 എണ്ണമാണ്. 1ാമത്തെ അടയാളം, ഇദാ ഹദ്ദസ ഖദബ, സംസാരിച്ചാൽ അവൻ കളവ് മാത്രമേ പറയുള്ളൂ. നമ്മൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം, ആ കാര്യം വരെ നമ്മളെ മുഖത്ത് നോക്കി പച്ചക്ക് കളവ് പറയുന്ന ചില ആളുകളുണ്ട്. അവരെ വിശ്വസിക്കരുത്. റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീസ് ശ്രദ്ധേയമാണ്, ഖുലിൽ ഹഖ്ക വ ഇൻ കാന മുർറ, എത്ര പ്രയാസമുണ്ടെങ്കിലും എത്ര കയപ്പുള്ള കാര്യമാണെങ്കിലും നിങ്ങൾ ഹക്ക് മാത്രമേ പറയാവൂ, സത്യം മാത്രമേ പറയാവൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ കളവ് പറയുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ, കുടുംബത്തിലുണ്ടെങ്കിൽ, ഫ്രണ്ട്സുകളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കുന്ന ക്ലാസ്സിലുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കുക, അവരെ വിശ്വസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ 2ാമത്തെ സ്വഭാവം എന്ന് പറയുന്നത്, എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ആളുകൾ. എപ്പോഴും ഗീബത്ത് പറയുക, ഇത് അവരുടെ ഒരു വീക്ക്നെസ് ആണ്. ഉമ്മയുടെ കുറ്റം പറയും, സ്വന്തം കുറ്റം പറയും, ഉപ്പയുടെ കുറ്റം പറയാ, കുടുംബക്കാരുടെ കുറ്റം പറയാ, കൂട്ടുകാരുടെ കുറ്റം പറയാ, പള്ളികളിലെ ഉസ്താദുമാരെ കുറ്റം പറയാ. ഇത് അവന്റെ ഒരു വീക്ക്നെസ് ആണ്, കുറ്റം പറയുക എന്നുള്ളത്. അങ്ങനെ എപ്പോഴും കുറ്റം പറയുന്ന ആളുകളെ കൂട്ടുകൂടാൻ പാടില്ല, അവരെ വിശ്വസിക്കാൻ പാടില്ല. നമ്മളോട് ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറയും, പക്ഷേ നമ്മളില്ലാത്ത സമയത്ത് അവരെ നമ്മളെ കുറിച്ചും നമ്മളുടെ കുറ്റങ്ങൾ മറ്റുള്ള ആളുകളോട് പറയും. അതിൽ യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് ഇവരെ വിശ്വസിക്കരുത്. ഇവർ മറ്റുള്ളവരുടെ കുറ്റം നമ്മളോട് വന്ന് പറയുമ്പോൾ അത് ചെവി കൊടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. 3ാമത്തെ സ്വഭാവം, നമ്മൾ എന്ത് ചെയ്താലും അതിൽ കുറ്റം പറയുന്ന ചില ആളുകളുണ്ട്. നമ്മളൊരു വീട് നിർമ്മിച്ച അതിൽ കുറ്റം കണ്ടെത്തുക, നമ്മളൊരു വാഹനം വാങ്ങിയ അതിൽ കുറ്റം കണ്ടെത്തുക. ഒരു കുഴപ്പമുണ്ടാവില്ല വാഹനത്തിന്, ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മളെ വീടിന്, ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മളെ ഡ്രസ്സിന്, എന്നാലും അതിലിങ്ങനെ കുറ്റം പറഞ്ഞ് ചില ആളുകൾ നടക്കാറുണ്ട്. നമ്മളൊരു വാഹനം വാങ്ങിയ, എന്തിനാപ്പ ഈ വാഹനം വാങ്ങിയത്, ഇത് ഇങ്ങനെയാണ്, എന്തിനാപ്പ ഈ വീട് നിർമ്മിച്ചത്, ഇതിന്റെ പ്ലാന് ശരിയല്ല, ഇതിന്റെ ബാത്റൂം ശരിയല്ല, ഇതിന്റെ വാതിൽ ശരിയല്ല, ഇങ്ങനെ വെറുതെ കുറ്റം പറയാ. നമ്മൾ എന്ത് ചെയ്താലും അതിന് കുറ്റം പറയാ. ഈ ഇങ്ങനത്തെ ആളുകളെ വിശ്വസിക്കാൻ പാടില്ല. അവര് നമ്മളോട് അസൂയയുള്ള ആളുകളാണ്. അതുകൊണ്ട് അവരെ വിശ്വസിക്കരുത്. 4ാമത്തെ സ്വഭാവം, നമ്മളുടെ നല്ല സമയത്ത് നമ്മളെ കൂടെ ഉണ്ടാവുകയും മോശമായ സമയത്ത് നമ്മളെ ഒഴിവാക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. നമ്മൾക്ക് നല്ല സമ്പത്ത് ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾക്ക് നല്ല അധികാരം ഉണ്ടാവും, ആ സമയത്ത് നമ്മളെ കൂടെ അവരുണ്ടാവും, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. കാരണം നമ്മളുടെ അടുക്കൽ നിന്ന് വല്ല നേട്ടവും അവർ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. പക്ഷേ നമ്മളുടെ മോശമായ സമയത്ത് അവർ നമ്മളെ കൂടെ ഉണ്ടാവൂല, നമ്മളെ ഒഴിവാക്കും, അവർ മറ്റുള്ളവരെ തേടിപ്പോകും. ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ, കുടുംബത്തിലുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കരുതേ, അവരെ ഒപ്പം നടത്താൻ പാടില്ല. 5ാമത്തെ സ്വഭാവം, നമ്മളുടെ പരാജയത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ. നമ്മൾക്കൊരു പരാജയം വന്നാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു തോൽവി എവിടെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അത് മക്കളുടെ വിഷയത്തിലാവാം, കുടുംബത്തിന്റെ വിഷയത്തിലാവാം, ജോലിയുടെ വിഷയത്തിലാവാം, കച്ചവടത്തിന്റെ വിഷയത്തിലാവാം, എക്സാമിന്റെ വിഷയത്തിലാകാം. അങ്ങനെ നമ്മൾക്കൊരു പരാജയം സംഭവിച്ചാൽ ആ പരാജയത്തിൽ സന്തോഷിക്കുന്ന ചില ആളുകളുണ്ട്.
നമ്മൾക്ക് നമ്മളെ യഥാർത്ഥ കൂട്ടുകാരാണെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്ന കുടുംബക്കാരാണെങ്കിൽ, നമ്മൾക്കൊരു പരാജയം വന്നാൽ നമ്മളെ കൂടെ അവർ വിഷമിക്കുകയാണ് വേണ്ടത്. അതിന് പകരം നമ്മളെ പരാജയത്തിൽ സന്തോഷിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവരെ വിശ്വസിക്കരുത്. പിന്നെ അവരെ കൂടെ നമ്മൾ നടക്കാൻ തന്നെ പാടില്ല. അവർ ചതിയന്മാരാണ്, അവരെ വിശ്വസിക്കാൻ പറ്റൂല. ആറാമത്തെ സ്വഭാവം, നമ്മളുടെ കുറവുകള്, നമ്മളുടെ ദൗർബല്യങ്ങള് മറ്റുള്ളവരോട് പോയി പറയുന്ന കുടുംബക്കാരെ, അതുപോലെ തന്നെ മറ്റുള്ളവരോട് പോയി പറയുന്ന ഫ്രണ്ട്സുകളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ അത്രയും വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളുടെ കുറവുകളും ദൗർബല്യങ്ങളൊക്കെ നമ്മൾ അവരോട് പറയുന്നത്. അത് ഭാര്യയാവാം, അത് ഭർത്താവാം, കുടുംബക്കാരാവാം, കൂട്ടുകാരാകാം. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അവരോട് നമ്മളെ ന്യൂനതകള്, നമ്മളുടെ ദൗർബല്യങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും അത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അതവർ മറച്ചു വെക്കണം. അങ്ങനെ മറച്ചു വെക്കാതെ നമ്മളുടെ രഹസ്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയുന്ന ആളുകളെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ അവരുമായി കൂട്ടുകൂട്ടരുത്. പിന്നെ ഒരിക്കലും വിശ്വസിച്ചുകൊണ്ട് അവരോട് ഒരൊറ്റ കാര്യവും നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഏഴാമത്തെ സ്വഭാവം, വാക്ക് പാലിക്കാത്ത ആളുകളാണ്. ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പാലിക്കണം. അതൊരു സത്യവിശ്വാസിയുടെ അടയാളമാണ്. അതൊരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണ്. നമ്മൾ അവരെ വിശ്വസിച്ചുകൊണ്ടിരിക്കും. നമ്മളോട് അവർ പറയും, ഞാൻ ഇന്ന കാര്യം ചെയ്യാം, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് നമ്മളോടൊരു വാക്ക് പറഞ്ഞാൽ അവരത് ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവരെ നമ്മൾ വിശ്വസിക്കരുത്. കടം വാങ്ങുന്ന അവസ്ഥ, സുബ്ഹാനല്ലാഹ്, ഒരു മാസം കഴിഞ്ഞാൽ അത് തിരിച്ചു തരാ എന്നൊക്കെ പറഞ്ഞ് കണ്ണീരോടുകൂടെ ചില ആളുകൾ കടം വാങ്ങും. പിന്നെ അവർക്ക് സമ്പത്ത് അവന്റെ കയ്യിൽ വന്നാൽ പോലും, അവർക്ക് ജോലി ലഭിച്ചാൽ പോലും ആ കടം അവൻ തിരിച്ചു തരൂല എന്നുള്ളതാണ്. ഇങ്ങനത്തെ ആളുകൾക്ക് പിന്നെ കടം കൊടുക്കരുത്, പിന്നെ അവരെ വിശ്വസിക്കരുത്. കടമെന്നല്ല, ഒരു വാക്ക് പറഞ്ഞാൽ അത് ചെയ്യാത്ത ആളുകളെ പിന്നെ ഒരു കാര്യവും നമ്മൾ ഏൽപ്പിക്കാൻ പാടില്ല, അവരെ വിശ്വസിക്കാൻ പാടില്ല. എട്ടാമത്തെ സ്വഭാവം, നമ്മളുടെ വിജയത്തിൽ സന്തോഷിക്കാത്ത ആളുകളാണ്. നമ്മളെ മക്കൾക്ക് നല്ലൊരു 10ാം ക്ലാസ്സിൽ 10 A+ കിട്ടി. അപ്പൊ നമ്മളെ കൂട്ടുകാരെന്താ ചെയ്യേണ്ടത്? അതിന്റെ പേരിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? അതല്ലെങ്കിൽ നമ്മളൊരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂട്ടുകാരാണെങ്കിൽ, നമ്മളോട് സ്നേഹമുള്ള കുടുംബക്കാരാണെങ്കിൽ അവർ നമ്മളുടെ സന്തോഷത്തിന്റെ കൂടെ പങ്കുചേരുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മളെ സന്തോഷത്തിന്റെ കൂടെ, വിജയത്തിന്റെ കൂടെ സന്തോഷിക്കാതെ അതിൽ ദുഃഖിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ നമ്മൾ വിശ്വസിക്കരുത്. അവര് നമ്മളോട് ക്രൂരമായ അസൂയയുള്ള ആളുകളാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. 9ാമത്തെ സ്വഭാവം, നമ്മൾക്ക് ചെയ്തു തന്ന നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രയാസപ്പെടുത്തുക. നിനക്ക് ഞാൻ വീട് നിർമ്മിച്ചു തന്നില്ലേ, വീട് നിർമ്മിക്കുന്ന സമയത്ത് നിനക്ക് ഞാൻ 10,000 രൂപ തന്നില്ലേ, നിനക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ക്യാഷ് തന്നിട്ടില്ലേ, വാഹനം വാങ്ങാൻ പൈസ തന്നിട്ടില്ലേ, നമ്മുടെ യാത്ര പോകുമ്പോൾ ഞാനല്ലേ പെട്രോൾ അടിച്ചത്, ഞാനല്ലേ ഡീസൽ അടിച്ചത്, നിനക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങി തന്നിട്ടില്ലേ, നിനക്ക് ഞാൻ ഭക്ഷണം വാങ്ങി തന്നിട്ടില്ലേ. അങ്ങനെ നമ്മൾക്ക് ചെയ്തു തന്ന നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ചില ആളുകളുണ്ട്. അത് കുടുംബക്കാരും ആകാം, കൂട്ടുകാരും ആകാം, നമ്മളെ സമൂഹത്തിലുള്ള ആളുകളും ആകാം. ഇങ്ങനത്തെ ആളുകളെ നമ്മൾ എന്തിനു വിശ്വസിക്കണം? എന്തിനു വിശ്വസിക്കണം? നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മളോട് സ്നേഹം ഉണ്ടായിട്ടാണ് അവരതൊക്കെ ചെയ്തു തന്നത് എന്നാണ്. സ്നേഹമല്ല അവർക്ക്. നമ്മൾക്ക് ചെയ്തു തന്ന നന്മകൾ എടുത്തു പറയുന്ന ആളുകളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അവർക്ക് നമ്മളോട് ഒരു സ്നേഹമില്ല, ഒരു ആത്മാർത്ഥതയും അവരുടെ സ്നേഹത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള തലച്ചോറുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ്. 10ാമത്തെ കാര്യം, എപ്പോഴും അവനെ കുറിച്ച് നല്ലത് പറയാ. അഥവാ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഞാൻ നല്ല മനുഷ്യനാണ്, നിങ്ങളൊക്കെ മോശമാണ്, അങ്ങനെ പറയുന്ന ആളുകള് മോശക്കാരാണ്, നല്ല ചിന്ത ഇല്ലാത്ത ആളുകളാണ്. ഞാൻ മോശമാണ്, നിങ്ങളൊക്കെ നല്ല ആളുകളാണ് എന്ന് ചിന്തിക്കേണ്ടതിന് പകരം ഞാൻ നല്ല മനുഷ്യനാണ്, ഞാൻ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു മനുഷ്യനാണ്, നിങ്ങളൊക്കെ മോശമാണ്, നിങ്ങളൊക്കെ എന്തെങ്ങനെ, ഇങ്ങനെ മറ്റുള്ളവരെ നിസാരപ്പെടുത്തുന്ന ചില ആളുകളുണ്ട്. അവരും മോശമായ ചിന്തകന്മാരാണ്. അവരെ കൂട്ടുകൂടാൻ പാടില്ല എന്നുള്ളതാണ്. 11ാമത്തെ സ്വഭാവം, വാക്കും പ്രവൃത്തിയും ഒരിക്കലും യോജിക്കാത്ത ആളുകളായിരിക്കും. എന്താ, നമ്മളോട് ഇങ്ങനെ നിസ്കരിക്കാനൊക്കെ പറയും, നമ്മളോട് ഖുർആൻ ഓതാനൊക്കെ പറയും, ഓൻ നിസ്കരിക്കൂല, ഓൻ പള്ളിയിലേക്ക് പോകൂല, ഓൻ ഖുർആൻ ഓതൂല, ഓൻ ഉമ്മാനിപ്പാനി വെറുപ്പിക്കും. അങ്ങനെ ചില ആളുകളുണ്ട്. എന്തിനാണ് നീ നിന്റെ ഉപ്പാനെ വിഷമിപ്പിക്കുന്നത്, നിന്റെ ഉമ്മാനെ വിഷമിപ്പിക്കുന്നതൊക്കെ നമ്മളോട് പറയും. അവന്റെ വീട്ടിലെ അവസ്ഥ എന്താ? ഓൻ ഭാര്യയെ അടിക്കും, ഭാര്യയെ ചീത്ത പറയും, ഭാര്യയെ തെറി വിളിക്കും, ഉമ്മയെ തെറി വിളിക്കും, ഉമ്മയെ പ്രയാസപ്പെടുത്തും. ഇങ്ങനത്തെ ആളുകളെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. വാക്കൊന്ന്, പ്രവൃത്തി വേറെ. ഇത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. ശരിക്കും മനസ്സിലാക്കണം, കപട വിശ്വാസികളുടെ സ്വഭാവമാണിത്.
വാക്കൊന്ന് പ്രവൃത്തി മറ്റൊന്ന്, ഇങ്ങനെ ഒരിക്കലും നമ്മളെ സ്വഭാവത്തിലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ 11 സ്വഭാവക്കാരെ നമ്മൾ നിർബന്ധമായും സൂക്ഷിക്കുക. അള്ളാഹുവെ, ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെ ഞങ്ങളെ മക്കളെ കാക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.